ഏറ്റുമുട്ടലിൽ ജെയ്ഷെ ഭീകരരെ വധിച്ച ജമ്മുകാശ്മീരിലെ ത്രാലിൽ ജാഗ്രത സൈന്യം തുടരുകയാണ്. കൂടുതൽ ഭീകരർക്കായി വനമേഖല കേന്ദ്രീകരിച്ച് സുരക്ഷാ സേനയുടെ തെരച്ചിലിൽ നിന്നും തുടരും. അവിടെ അതിനിടെ 2 ദിവസ സന്ദർശനത്തിനായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ഗുജറാത്തിലെത്തുന്നുണ്ട്. ഭുജിലെ വ്യോമത്താവളം പ്രതിരോധ മന്ത്രി സന്ദർശിക്കും. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് നേരെ ഇന്ത്യ പ്രയോഗിച്ചത് ബ്രഹ്മോസ് മിസൈലുകളെന്ന റിപ്പോർട്ട്. ഇതിനിടെ അഫ്ഗാനിസ്ഥാനുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളും ഇന്ത്യ തുടങ്ങിക്കഴിഞ്ഞു. ഇന്നലെ വിദേശകാര്യമന്ത്രിയുമായി അഫ്ഗാനിസ്ഥാനിലെ വിദേശകാര്യമന്ത്രി സംസാരിച്ചു. ഒരുപക്ഷെ ഈ താലിബാൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടായിരിക്കാം പരസ്യമായി നമ്മുടെ വിദേശകാര്യമന്ത്രി അവരുമായി സംസാരിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ്റെ പുതിയ നയതന്ത്രവും നമ്മൾ അവരുമായി ചങ്ങാത്തം നിലനിർത്താനുള്ള തന്ത്രങ്ങളുമൊക്കെ നമ്മളുമായി സംസാരിക്കാൻ ദിലീപ് കുമാർ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരും. അതുപോലെ ത്രാലിൽ തെരച്ചിൽ തുടരുന്നുവെന്ന വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. അതുപോലെ രാജ്നാഥ് സിംഗിൻ്റെ സന്ദർശനം പ്രമാണിച്ചുള്ള വിവരങ്ങളുമായി അച്യുതനും ഡൽഹിയിൽ നിന്ന് ചേരും. ആദ്യം ദിലീപ് കുമാറിലേക്ക്. ദിലീപ്, ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ദിലീപ്, ശരിക്കും ഈ അഫ്ഗാനിസ്ഥാനും നമ്മളും തമ്മിൽ ഇടയാൻ ഈ പാകിസ്ഥാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അതൊന്നും വിലപ്പോയില്ല. ഈ സംഘർഷ സമയത്ത് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കൊപ്പം തന്നെയാണ് നിന്നത്. ഒരു പുതിയ ഡിപ്ലോമസി. ഗുഡ് മോർണിംഗ് SKN. ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായി കൂടുതൽ അടുക്കുകയാണ്. മേഖലയിൽ ഈ ബന്ധം കൂടുതൽ സുദൃഢമാക്കുന്നത് മുഖ്യ എതിരാളിയായ പാകിസ്ഥാന് കൂടുതൽ സമ്മർദ്ദക്കുമെന്ന കാര്യം ഉറപ്പാണ്. 2021 ഏപ്രിലിൽ താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ നിയന്ത്രണം ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി മൗലവി അമീർ ഖാൻ മുത്താക്കിയുമായി ഇന്നലെ ടെലിഫോണിൽ ചർച്ച നടത്തി. നേരത്തെ തന്നെ ഈ സംഘർഷം രൂക്ഷമായപ്പോൾ പാകിസ്ഥാൻ ചില പ്രചരണങ്ങൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് പാകിസ്ഥാനു നേരെ ഇന്ത്യ എയ്ത മിസൈലുകൾ പലതും അഫ്ഗാനിസ്ഥാനിലാണ് ലക്ഷ്യം തെറ്റി പതിച്ചതെന്നായിരുന്നു പ്രചാരണം. എന്നാൽ ഈ പ്രചരണത്തെ അപ്പോൾ തന്നെ അഫ്ഗാനിസ്ഥാൻ തള്ളിക്കളഞ്ഞിരുന്നു. തങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം പ്രചാരണം നടത്തേണ്ടതില്ല എന്ന് ശക്തമായ ഭാഷയിൽ തന്നെ പാകിസ്ഥാന് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം മുന്നറിയിപ്പും നൽകിയിരുന്നു. മാത്രമല്ല, ഇറാനിലെ ചബഹാർ തുറമുഖം അതിൻ്റെ വികസനവുമായി ഇപ്പോൾ ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാപാര ഇടനാഴിയായി ഈ ചബഹാർ തുറമുഖം മാറുകയും ചെയ്യും. ചൈനയുടെ സഹകരണത്തോടുകൂടി പാകിസ്ഥാനിൽ അവർ വികസിപ്പിക്കുന്ന ഗ്വാദർ തുറമുഖമുണ്ട്. അതിനൊരു ബദൽ എന്ന നിലയിൽ കൂടിയാണ് ഇന്ത്യ ഈ ചബഹാർ തുറമുഖത്തെ കാണുന്നത്. അതിൽ അഫ്ഗാനിസ്ഥാൻ്റെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് അറബിക്കടലിൽ നിന്ന് കാസ്പിയൻ കടലിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് പോകുന്നതിനൊക്കെ ഇത് പ്രധാനപ്പെട്ട ഒരു ഇടനാഴിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ വലിയ തോതിലുള്ള വികസനം ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, നിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റെയിൽ കണക്ടിവിറ്റി അത് പൂർത്തിയാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇന്ത്യ. അതുകൊണ്ട് ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ എന്നുള്ള നിലയിലേക്ക് അവിടെ ഒരു ബന്ധം കൂടുതൽ സുദൃഢമാക്കുകയാണെങ്കിൽ അത് മേഖലയിൽ ഇന്ത്യക്ക് കൂടുതൽ സഹായകമാകും ആ ബന്ധം എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലൊരു നീക്കം ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഇന്ത്യയുമായി എല്ലാ സഹകരണവും അഫ്ഗാനിസ്ഥാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ചില കാര്യങ്ങൾ കൂടി അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന്, ഇന്ത്യയിലെ ജയിലുകളിൽ കഴിയുന്ന അഫ്ഗാൻ തടവുകാരെ വിട്ടയക്കുക. 2, വിസ അനുവദിക്കുക. അഫ്ഗാൻ പൗരന്മാർക്ക് മെഡിക്കൽ ആവശ്യത്തിനും മറ്റും വിസ അനുവദിക്കുക എന്നതാണ്. അതുപോലെ വ്യാപാരികൾക്കും വിസ അനുവദിക്കുക എന്നതാണ്. ഇക്കാര്യം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഫ്ഗാനിസ്ഥാന് ഉറപ്പും നൽകിയിട്ടുണ്ട്. മാത്രമല്ല, പാകിസ്ഥാൻ്റെ ഒരു ആരോപണം, പാകിസ്ഥാൻ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഭീഷണികൾ നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ തെഹ്രീക്കെ താലിബാൻ എന്ന സംഘടന, അതോടൊപ്പം തന്നെ ബലൂചിസ്ഥാൻ വിമോചന സേന, ഇവരൊക്കെ അഫ്ഗാനിസ്ഥാൻ്റെ പിന്തുണയോടുകൂടിയാണ് ഈ ആക്രമണങ്ങൾ നടത്തുന്നത് എന്നാണ് പാകിസ്ഥാൻ ഉന്നയിക്കുന്ന ആരോപണം. അതും ഇത്തരം ഒരു ഘട്ടത്തിൽ കാണാതിരുന്നുകൂടാ. 2, SKN, മറ്റൊന്ന്, ഈ തുർക്കിയുമായുള്ള സഹകരണം വളരെ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി, അതായത് പാകിസ്ഥാന് പ്രത്യക്ഷമായി പിന്തുണ പ്രഖ്യാപിച്ച രാഷ്ട്രമാണ് തുർക്കി. അതുകൊണ്ട് അവരുമായി എല്ലാ തരത്തിലുമുള്ള സഹകരണം കുറയ്ക്കുന്നതിന് ഇന്ത്യ ഇപ്പോൾ ആലോചിച്ച് വരികയാണ്. അതിൻ്റെ ഭാഗമായി അവരുടെ തുർക്കി ആസ്ഥാനമായുള്ള സെലിബ് എന്ന വിമാനത്താവളങ്ങളിൽ ഓപ്പറേഷൻസ് നടത്തുന്ന, ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഓപ്പറേഷൻസ് നടത്തുന്ന കമ്പനിക്ക് ഇന്ത്യ സുരക്ഷാ കാരണങ്ങളാൽ അനുമതി അവരുടെ പിൻവലിച്ചിട്ടുണ്ട്. അത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 9 നഗരങ്ങളിലെ വിമാനത്താവളങ്ങളിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങും കാർഗോയും ഓപ്പറേഷൻസ് നടത്തുന്നത് ഈ സെലിബ് എന്ന സ്ഥാപനമാണ്. ഏതാണ്ട് 10,000-ലധികം ജീവനക്കാർ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇതിൽ കൊച്ചി, കണ്ണൂർ വിമാനത്താവളങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് കാർഗോ തടസ്സപ്പെടുന്നതിനുള്ള ഒരു സാധ്യത സെലിബ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പക്ഷേ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ പറയുന്നത് അത്തരത്തിലുള്ള ഒരു തടസ്സമുണ്ടാകില്ല. ഈ ജീവനക്കാരെ മറ്റ് കമ്പനികളിലേക്ക്, ഇപ്പോൾ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് നടത്തുന്ന മറ്റ് കമ്പനികളിലേക്ക് കൂടി വിന്യസിക്കുന്നതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ്. കൊച്ചി, കണ്ണൂർ വിമാനത്താവളങ്ങളാണ്
നിന്നുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ഈ സെലിബ് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഓപ്പറേഷൻസ് നടത്തുന്നത്. അക്കാര്യം യാത്രക്കാർ കൂടി ശ്രദ്ധിക്കുക. SKN. ഓക്കെ, ബി ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.